ചെറിയൊരു ഗീവയുടെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഏകദേശം ഒരു 10K ആകാറായി. കമ്പനി പറയുന്നതിനെക്കാട്ടി കൂടുതൽ മൈലേജ് അതിനകത്ത് കിട്ടുന്നുണ്ട്. അതാണ് യമഹയുടെ വണ്ടികളുടെ ഒരു പ്രത്യേകത. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ. ഇന്ന് നിങ്ങളിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഏത് വണ്ടിയാണ്. ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിനകത്ത് ഒരു സ്കൂട്ടർ റിവ്യൂ ചെയ്യുന്നത്. ഇത് ചെയ്യാനായിട്ട് വേറെ കുറച്ച് കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു എന്താ പറയുന്നത്, ഹൈബ്രിഡ് ടെക്നോളജി വരുന്ന ഒരു സ്കൂട്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. എന്നുവെച്ചാൽ നമ്മുടെ കാറുകളിലൊക്കെ ആദ്യം കണ്ടുവന്നേക്കുന്ന ഒരു ടെക്നോളജി ഇല്ലേ, ഇത് നമ്മുടെ പുതിയ മോഡൽ 2024 വരുന്ന യമഹ ഫസീനോ 125 ഇതൊരു 125cc വരുന്ന ഒരു എഞ്ചിനാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഇതൊരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി വരുന്നതാണ്. എന്നുവെച്ചാൽ നമ്മുടെ ചെറിയൊരു മോട്ടർ ഇതിനകത്ത് വരുന്നുണ്ട്. ആ മോട്ടറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും അല്ലാതെ ഇതിനകത്ത് എഴുതി കാണിച്ചേക്കാം. ഇത് ചെറിയൊരു മോട്ടോർ സെറ്റപ്പ് വരുന്ന ഒരിതാണ്. അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഇതിന് അത്യാവശ്യം നല്ല രീതിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. നല്ല രീതിക്കെന്ന് പറയുമ്പം ഇതിൻ്റെ ഒരു മൈലേജ് ഫിഗേഴ്സൊക്കെ കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഏകദേശം 72 to 75 ആ റേഞ്ചിലൊക്കെ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. നമുക്കിനി ഫസ്റ്റ് ലുക്സിൽ നിന്ന് തന്നെ തുടങ്ങാം, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ. ഞാൻ കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ ഇതിനകത്ത് ഞാൻ വേറൊരു കാര്യം പറഞ്ഞിട്ട്, ഇതിനകത്ത് രണ്ട് ഇതാണ് വരുന്നത്, രണ്ട് വേരിയൻറ്റ് വരുന്നുണ്ട്. ഒന്ന് ഡിസ്കും പിന്നെ ഒന്ന് ഡ്രമ്മും. നമുക്ക് നേരെ വീഡിയോയ്ക്കകത്ത് തന്നെ പോകാം. ഫസ്റ്റ് നമുക്ക് ലുക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ട് കണ്ടില്ലേ, ഫ്രണ്ട് നോക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ലൊരു ലുക്കും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. ചെറിയ DRL-ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയൊരു DRL-ഒക്കെ വരുന്നത്. DRL-ഒക്കെ അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ്സ് വരുന്നത്. ഇവിടെ ഡിമ്മും ബ്രൈറ്റും രണ്ട് സെക്ഷനായിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ഇൻഡിക്കേറ്റർ യൂണിറ്റൊക്കെ വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് വന്നേക്കുന്ന LED അല്ല, നമ്മുടെ നോർമൽ ഹാലോജൻ തന്നെ വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പവർഫുള്ളെന്ന് ഞാൻ പറയുന്നെങ്കിൽ നിങ്ങൾ ഭയങ്കര കണ്ടമാനം പവറൊന്നും ഉദ്ദേശിക്കല്. അത് മാത്രമല്ല, നമ്മുടെ യമഹയുടെ എയറോക്സ് 155 ഉണ്ട്, നമ്മുടെ E4-ൻ്റെ എഞ്ചിൻ വെച്ചിട്ട് വരുന്നത്. അതിൻ്റെ അത്രയൊരു പവർ ഫേഴ്സ് ഒന്നും ഇതിനകത്ത് പ്രതീക്ഷിക്കേണ്ട. സാധാരണ ഒരു നോർമൽ സ്കൂട്ടേഴ്സ് വെച്ച് നോക്കുന്ന ടൈമിൽ ഒരു ഇത്തിരി ഒന്ന് പവർഫുൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഫ്രണ്ടിലത്തെ ഡിസ്ക് നോക്കുന്ന ടൈമിൽ ഒരു 190mm ഡിസ്ക്കാണ് ഫ്രണ്ട് വന്നേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സാധാരണ ഒരു സ്കൂട്ടർ റേഞ്ച് നോക്കുന്ന ടൈമിൽ ഒരു ഓക്കെ ആയിട്ടുള്ളൊരു ബൈക്കിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ നമ്മുടെ സസ്പെൻഷൻ നോക്കുന്ന ടൈമിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ട് വന്നേക്കുന്നത്. അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. സോഫ്റ്റ് എന്ന് ഞാൻ പറയുന്നെങ്കിലും ഈ സ്കൂട്ടർ സെഗ്മെൻറ്റ് നോക്കുന്ന ടൈമിൽ അത്രയ്ക്ക് അങ്ങ് സോഫ്റ്റ് അല്ല, എന്നാലും ഒരുവിധം സോഫ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കുഴപ്പമില്ലാതെ നമുക്ക് കോർണറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നുവെച്ചാൽ കോർണറെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ബൈക്സിലൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെയുള്ള ഒരു ഇതൊന്നുമല്ല. ഒരു ചെറിയൊരു ലീനൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പോലും സസ്പെൻഷൻ്റെ ഭാഗത്തുനിന്ന് അത്യാവശ്യം നല്ലൊരു ഫീലും ഫീഡ്ബാക്കും ഒക്കെ തരുന്നുണ്ട്. നിങ്ങളൊന്നും ഒരു ബൈക്ക് സെഗ്മെൻറ്റിനകത്ത് ഇത് ഉദ്ദേശിക്കില്ല കേട്ടോ, ബൈക്കിൻ്റെ ഒരു ഫീൽ വെച്ചിട്ട്. ഇതൊരു സ്കൂട്ടറാണ്, ആ ഒരു റേഞ്ചിലാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ ഫ്രണ്ട് ടയർ നോക്കുന്ന ടൈമിൽ 90/12 ആണ് ഇതിൻ്റെ ടയർ സെക്ഷൻ വന്നേക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഒരു 12 ഇഞ്ചിൻ്റെ ഒരു അലോയ് സെറ്റപ്പ് ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് ട്യൂബ്ലെസ് ടയേഴ്സാണ് വരുന്നത്. നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത് ഇവിടെ കേട്ടോ, ഇതിനകത്ത് ബാറ്ററിയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. സാധാരണ വന്നേക്കുന്ന ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ ആയിട്ടല്ലേ, പക്ഷേ ഇവിടെ അല്ല വന്നേക്കുന്നത്, ഇതിൻ്റെ താഴത്ത് വന്നേക്കുന്നത്. ഈ ഹൈബ്രിഡ് ടെക്നോളജി വർക്ക് ചെയ്യാനുള്ള ചാർജും കാര്യങ്ങളൊക്കെ മോട്ടറിൽ നിന്ന് എടുക്കുന്നത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററിക്കകത്തു നിന്ന് തന്നെ. അതിനകത്ത് സെപ്പറേറ്റ് ബാറ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. പ്ലഗ് ഇൻ ഹൈബ്രിഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, ജസ്റ്റ് മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി വന്നേക്കുന്നത്. നമ്മൾ സീറ്റ് നോക്കുന്ന ടൈമിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സീറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റ് കേട്ടോ, നല്ല കുഷനിങ് ഉണ്ട് സീറ്റിനകത്ത്. അതിൻ്റെ ഭാഗത്തൊന്നും യാതൊരു കുഴപ്പമില്ല. പിന്നെ നല്ല രീതിക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്ന ഒരു ഗ്രാബ് റെയിൽ സെക്ഷനും ഉണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുന്ന ടൈമിൽ വന്നേക്കുന്ന ഒരു 21 ലിറ്റേഴ്സിൻ്റെ ഒരു ബൂട്ട് സ്പേസ് കേട്ടോ ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ നമ്മുടെ സ്പെയറും കാര്യങ്ങളൊക്കെ ടൂൾസൊക്കെ ഇതിനകത്ത് വന്നേക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ഇത്രയാണ് ഇതിൻ്റെ ഒരു ബൂട്ടിൻ്റെ സ്പേസ് വന്നേക്കുന്നത്. 21 ലിറ്റേഴ്സാണ്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന ചെറിയ ഹെൽമെറ്റ് വെക്കാൻ പറ്റുന്നുണ്ട്, ഫുൾ ഫേസ്. അല്ലാതെ നമ്മൾ അത്യാവശ്യം വലിയൊരു ഫുൾ സൈസ് ഹെൽമെറ്റ് ഒന്നും ഇതിനകത്ത് ഇരിക്കത്തില്ല. പിന്നെ E20 ഫുൾ കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഫ്യൂൽ ലിഡ് വരുന്ന ഇവിടെ ബാക്കിൽ കൊടുക്കുമായിരുന്നെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കൺവീനിയൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ ഫ്യൂൽ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഇറങ്ങി നിന്നിട്ട് വേണം ഇത് സീറ്റ് അയച്ച് ഇത് തുറന്നു കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
ബാക്കിലത്തെ ടയർ സെക്ഷൻ നോക്കുന്ന ടൈമിൽ 10 സെക്ഷൻ ടയേഴ്സാണ് ബാക്ക് വന്നേക്കുന്നത്. ഫൈനലി ഹൈവേയിലോട്ട് കയറി കേട്ടോ. പിന്നെ നമ്മൾ ഹൈവേയിൽ ഓടിക്കുന്ന ടൈമിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു മോശമായിട്ടുള്ള നമ്മൾ ഇതേപോലെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ ഓടിക്കുന്ന ടൈമിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ബാഡ് ഫീലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. എന്നുവെച്ചാൽ സസ്പെൻഷൻ അതെല്ലാം നല്ല രീതിക്ക് എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷൻ അല്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു സോഫ്റ്റ്നെസ് സസ്പെൻഷൻ്റെ ഭാഗത്തു നിന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് ബാക്കിയുള്ള സ്കൂട്ടേഴ്സ് വെച്ച് നോക്കുന്ന ടൈമിൽ ബാക്കിയുള്ള സ്കൂട്ടേഴ്സ് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ്. ഇത് ഒരു മിഡ് റേഞ്ച് സെറ്റ് ചെയ്തേക്കുന്ന ഒരു സസ്പെൻഷനാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഹൈ സ്പീഡിൽ പോകുന്ന ടൈമിലും വണ്ടിയുടെ ഭാഗത്തുനിന്ന് നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, ചെറിയ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിൽ വരുന്ന ടൈമിൽ നല്ല ഒരു ഫീഡ്ബാക്ക് തരുന്നുമുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര ട്രാഫിക്കാണല്ലോ. ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ചെറിയൊരു മോട്ടോർ സെറ്റപ്പോടെ വരുന്നുണ്ട്, ഒരു മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയോടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഏകദേശം 70 to 75 ആ റേഞ്ചിലൊക്കെയാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. എന്നാലും ഒരുവിധപ്പെട്ട എല്ലാ ഓണേഴ്സിനും ഇത് കിട്ടുന്നുണ്ടെന്നാണ് അവരെല്ലാം പറയുന്നത്. പിന്നെ അതുമാത്രമല്ല, യമഹ എന്ന് പറയുന്ന വണ്ടിക്കകത്ത് മൈലേജ് എന്ന് പറയുന്ന ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഉദാഹരണത്തിന് നമ്മുടെ R15 വെർഷൻ 4 നോക്കിയാലും വെർഷൻ 3 നോക്കിയാലും നമ്മുടെ MG നോക്കിയാലും എല്ലാത്തിനും അത്യാവശ്യം നല്ല രീതിക്ക് ഒരു മൈലേജ് സെറ്റപ്പ് അതിനകത്ത് കിട്ടുന്നുണ്ട്. കമ്പനി പറയുന്നതിനെക്കാട്ടി കൂടുതൽ മൈലേജ് അതിനകത്ത് കിട്ടുന്നുണ്ട്. അതാണ് യമഹയുടെ വണ്ടികളുടെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതിനു മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് ഷോറൂമിലെ വണ്ടിയാണ്, അതുകൊണ്ടാണ് ഇതിൻ്റെ സ്പീഡോമീറ്റർ ഡിസേബിൾ ചെയ്തിട്ടേക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ ഒരു RPM മീറ്ററും വരുന്നുണ്ട്, ഒരു സ്പീഡോമീറ്ററും വരുന്നുണ്ട്. രണ്ടും ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ല, രണ്ട് ഡിസേബിൾ ചെയ്തിട്ടേക്കുക, അതാണ് കാണാൻ പറ്റാത്ത. ഇനി നമുക്ക് ബ്രേക്കിങ്ങിനെ പറ്റി പറയാം. ബ്രേക്കിങ്ങിനെ പറ്റി പറയുന്ന ടൈമിൽ ഫ്രണ്ട് ബ്രേക്ക് അത്യാവശ്യം നല്ല ബൈറ്റും കാര്യങ്ങളും ഒക്കെ തരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ഒരു ബൈക്കുള്ള ഒരു ഫ്രണ്ട് ബ്രേക്കാണ്. ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് പിന്നെ കോമ്പി ബ്രേക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട്. കോമ്പി ബ്രേക്കിംഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഒരു കുറച്ച് കൂടെ ബാക്ക് ബ്രേക്ക് കൂടെ ഒന്ന് അപ്ലൈ ആവും ഓട്ടോമാറ്റിക് തന്നെ. അതാണ് കോമ്പി ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. വണ്ടി അത്യാവശ്യം നൈസാട്ടോ ഓടിക്കാനായിട്ട്. ബ്രേക്കിങ്ങും കുഴപ്പമില്ലാത്ത ഫീൽ വരുന്നുണ്ട്. ബാക്കിലെ ബ്രേക്ക് അത്രയ്ക്ക് കിടിലല്ല ഫ്രണ്ടിലത്തെ ബ്രേക്ക് വെച്ച് നോക്കുന്ന ടൈമിൽ, എന്നാലും കുഴപ്പമില്ല. പിന്നെ സസ്പെൻഷൻ ഫീൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മിഡ് റേഞ്ച് സെറ്റ് ചെയ്തേക്കുന്ന ഒരു സസ്പെൻഷൻ ഫീലാട്ടോ. ഇതുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് എടുക്കുന്ന ടൈമിലും കുഴപ്പമില്ലാതെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. നല്ലൊരു ഫീലും ഫീഡ്ബാക്കൊക്കെ തരുന്നുണ്ട് കേട്ടോ. അത് ഭാഗത്തുനിന്ന് യാതൊരു കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുന്ന ടൈമിൽ കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. ഇത് മെയിനായിട്ട് ഓഫ് റോഡ് കൊണ്ടുവന്ന, അല്ലാതെ ഹാർഷായിട്ട് ഓടിക്കുന്നതൊന്നുമല്ല. ഇത് സാധാരണ കമ്മ്യൂട്ടിങ്ങിന് ഉപയോഗിക്കുന്ന, എസ്പെഷ്യലി പ്രത്യേകിച്ച് ലേഡീസ് ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്. ആ ഒരു പോയിന്റ് ഓഫ് വെച്ച് നോക്കുന്ന ടൈമിൽ ഇതിനകത്ത് കുഴപ്പമില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്നുണ്ട്. ഇതിനകത്ത് കിടിലമായിട്ടുള്ള ഒരു മൈലേജ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം കേട്ടോ. എക്സ്പെക്റ്റ് ചെയ്യാമെന്നല്ല, ഇതിനകത്ത് കിട്ടുന്നുമുണ്ട് ആ മൈലേജ്. പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ഒരു കിടിലം മൈലേജാണ്. ഏകദേശം 75ഓളം മൈലേജ് ഒരു സ്കൂട്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ചില്ലറ കാര്യമല്ല, അത് വെൽക്കമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് യമഹയുടെ ഒരു വണ്ടി എന്നൊക്കെ പറയുന്നത്. ഇതിൻ്റെ കോമ്പറ്റീറ്റീവ്സായിട്ട് ഞാൻ മെയിനായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ യമഹയുടെ തന്നെ റയോ ഉണ്ട്, പിന്നെ ആക്റ്റീവ ഉണ്ട്, ആക്റ്റീവ 60 5G അങ്ങനെ. നിലവിലത്തെ വേരിയൻ്റ് ഏതാണെന്ന് എനിക്ക് ആക്റ്റീവയുടെ അറിയത്തില്ല. ഞാൻ സ്കൂട്ടേഴ്സ് അധികം ഫോളോ ചെയ്യാത്ത ഒരാളാണ്. എന്നാലും ഇത് എനിക്ക് റിവ്യൂ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയൊരു വണ്ടിയാണ് ഇതും. പിന്നെ നമ്മുടെ യമഹയുടെ തന്നെ റോക്സ്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിനകത്ത് കുറച്ച് ദിവസങ്ങളായിട്ട് ചാനൽ ഭയങ്കര ശോകമായിട്ടായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ നമ്മൾ സാധാരണ ഒരു വൺ ഡേ ഇടവിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ കുറച്ച് ബിസി ആയിപ്പോയായിരുന്നു. എന്നുവെച്ചാൽ മെയിനായിട്ട് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള
ഒരു സാഹചര്യം അല്ലായിരുന്നു, എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും പറ്റിയൊരു സാഹചര്യത്തിലല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ വൈകിപ്പിച്ച് എല്ലാവരോട് ക്ഷമ ചോദിക്കുന്നത്. നിങ്ങൾ നേരത്തെ തന്നോണ്ടിരുന്ന സപ്പോർട്ട് തുടർന്നും തരിക. ഇപ്പം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം 9-10 ദിവസങ്ങളാവുന്നു. അത് വെറുക്കുണ്ടല്ലോ. നമ്മൾ മെയിനായിട്ട് വേറെ കുറച്ച് പർപ്പസിനായിട്ട് ബാംഗ്ലൂർ പോയതാണ്. അപ്പോൾ അവിടെ പോയി ആക്ച്വലി എന്താ പറയുന്നത്, ഈ വീക്ക് തന്നെ, ഈ മന്തിൽ തന്നെ ഞാൻ 2 തവണ ബാംഗ്ലൂർ പോയിട്ട് വന്നു. അതുകൊണ്ടൊക്കെ ആ വീഡിയോസ് നമ്മുടെ വൈകിയത്. എനിക്കറിയാം വീഡിയോസ് അതുമാത്രമല്ല, ചെറിയൊരു മടി പിടിച്ചൊക്കെ ഇരുന്ന്. പിന്നെ വേറെ സർപ്രൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിനകത്ത് വരുന്നുണ്ട്. അത് ഞാൻ വരുന്ന വീഡിയോയ്ക്കകത്ത് ഡീറ്റെയിൽ ആയിട്ട് അതൊക്കെ പറഞ്ഞുതരാം. നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ചെറിയൊരു ഗീവയുടെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഏകദേശം ഒരു 10K ആകാറായി. സത്യം പറഞ്ഞാൽ നിങ്ങളോടാണ് അതിന് നന്ദി പറയേണ്ടത്. നിങ്ങളാണ് അത്ര സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ നമ്മുടെ ചാനലിനെ എത്തിച്ചത്. അതെല്ലാം ഞാൻ വരും വീഡിയോയ്ക്കകത്ത് പറഞ്ഞുതരാം. അത്യാവശ്യം നല്ലൊരു ഗീവയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ നടക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു കിടിലൻ ഗീവേ നമ്മുടെ ചാനലിൽ എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ചെറിയൊരു വീഡിയോ. എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.